സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ക്യാബിനറ്റ് റാങ്കോ സ്വതന്ത്ര ചുമതലയോ നൽകാനാണ് തീരുമാനം. സുരേഷ് ഗോപി ഇത്തവണ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കേരളത്തിൽ നിന്നുള്ള മന്ത്രി എന്ന നിലയ്ക്ക് സുരേഷ് ഗോപി മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. BJP പാർലമെന്ററി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. കേരളത്തിൽ നിന്നുള്ള പാർട്ടി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, അബ്ദുള്ള കുട്ടി, അബ്ദുള്ള KP എന്നിവരാണ് സുരേഷ് ഗോപിയുടെ പേര് പാർലമെന്ററി യോഗത്തിൽ നിർദ്ദേശിച്ചത്. കോൺഗ്രസിനെതിരെ ശക്തമായ നിലപാട്, അതുപോലെ പ്രതിപക്ഷ പാർട്ടിക്കെതിരെ NDAയോട് ചേർന്ന് നിന്നുള്ള പ്രവർത്തനം എന്നിവ സജീവമാക്കുമെന്നാണ് സുരേഷ് ഗോപിയോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. NDAയുടെ മൂന്നാം ഭരണകാലത്ത് കേരളത്തിൽ നിന്നുള്ള മന്ത്രി എന്ന നിലയിലാകും സുരേഷ് ഗോപി ഇനി ചരിത്ര പുസ്തകത്തിൽ അറിയപ്പെടുക. വേഗിയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന നിലയ്ക്കാണ് ഔദ്യോഗിക നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. നേരത്തെ തെരഞ്ഞെടുത്ത പ്രൊജക്റ്റുകൾ നടപ്പിലാക്കാനാകും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത നിലയ്ക്ക് ആദ്യം പ്രവർത്തിക്കുക. ഇന്ന് 7 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്ന നിലയ്ക്ക് വികസന പ്രതീക്ഷകൾ തൃശൂർ നിവാസികൾക്കുണ്ട്. മാത്രമല്ല, കേരളത്തിന് ആവശ്യമായ ധനസഹായ പദ്ധതികളും ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം ഉപകരിക്കുമെന്ന നിലയിലാണ് സംസ്ഥാന കേന്ദ്രമന്ത്രി പദവിയെ കാണുന്നത്. വികസനോന്മുഖമായ കേരളത്തെ ഇനി പ്രതീക്ഷിക്കാമെന്നതാണ് BJPയുടെ വൃത്തങ്ങൾ ഇതിനോടകം പ്രതികരിച്ചത്.